നമസ്കാരം. മടിയിൽ കനമില്ല എന്ന് നെഞ്ചു വിരിച്ചു പറയുന്നവര് ഒടുവിൽ ഇ ഡിയുടെ ചോദ്യമനയ്ക്ക് മുന്നിലേക്ക് പാത്തും പതുങ്ങിയും വലിഞ്ഞു കയറുന്ന കാഴ്ച കാണുമ്പോൾ കേരളം എന്ത് ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത്. ആ കാഴ്ചയാണ് ഇപ്പൊ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് ചോദ്യം ചെയ്യലിന് എത്തിയപ്പോൾ വളരെ നാടകീയതയോടെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ശീലങ്ങളും ശൈലികളുമൊക്കെ ലംഘിക്കപ്പെട്ടു. പക്ഷെ ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഘട്ടം വന്നിട്ടും തെരുവിൽ മുദ്രാവാക്യം വിളിക്കണോ, ഇ ഡിയെ വെല്ലുവിളിക്കണോ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സഖാവ് പോലും കൊച്ചിയിലെ ഓഫീസിന് മുന്നിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നത് വലിയൊരു തിരിച്ചറിവിന്റെ തുടക്കമാണ്. നേരത്തെ വീണ വിജയനെ ചോദ്യം ചെയ്യാനും റെയ്ഡിനുമായി കേന്ദ്ര ഏജൻസികൾ വന്നപ്പോൾ അണികളെ ഇളക്കി വിട്ടിട്ട് പ്രതിരോധം തീർക്കാനും അക്രമം അഴിച്ചുവിടാനും ഇ ഡി വന്ന വാഹനങ്ങൾ അടിച്ചു പൊളിക്കാനും ഇ ഡി പരിക്കേൽപ്പിക്കാനും ഡ്രൈവറുടെ കണ്ണടിച്ചു പൊട്ടിക്കാനും വാഹനം തകർക്കാനും ഒക്കെ ആഹ്വാനം ചെയ്ത പാർട്ടി അന്ന് ആ പാർട്ടിയുടെ ആഹ്വാനം അനുസരിച്ച് കുറച്ചുപേർ ഇറങ്ങിയിരുന്നു. നേതാക്കളുടെ ആഹ്വാനം കേട്ട് ആവേശത്തോടെ തെരുവിൽ ആക്രമണത്തിന് ഇറങ്ങി പുറപ്പെട്ട പാവം സഖാക്കള് ഇന്ന് ജാമ്യം പോലും കിട്ടാതെ ജയിലറകൾ കിടന്ന് നരയിക്കുകയാണ്. ബാക്കിയുള്ളവരുടെ നെഞ്ചില് ജയിൽ ഭീതിയുടെ കരിനിഴലുമാണ്. കാര്യം 100-300 പേരുണ്ട് കേസിലെ പ്രതികള്. എപ്പോഴാണ് തൂക്കിയെടുത്ത് ജയിലിലിടുന്നതെന്ന് അറിയില്ല. ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ഏത് കാലത്താണ് ജാമ്യം കിട്ടുന്നതെന്നും അറിയില്ല. മനസമാധാനത്തോടെ ജോലിക്ക് പോകാൻ പറ്റൂല. കുട്ടികളായിട്ട് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. നേതാക്കൾ സുഖവാസത്തിൽ തന്നെയാണ്. പക്ഷേ ഈ അണികൾ ഈ അക്രമത്തില് ഇടപെട്ട് ജയിലിലാകാനും കാത്തിരിക്കുന്ന ജയിലിലായ അണികൾ അവരുടെ ഉള്ള സമ്പാദ്യമൊക്കെ കണ്ടു കെട്ടപ്പെടുമോ എന്നുള്ളൊരു ഭയത്തില് പാവങ്ങൾ അണികളുടെ കുടുംബങ്ങൾ കണ്ണീരൊടുക്കുകയാണ്. എന്നാൽ ഇന്ന് സ്വന്തം മകളെ ഇ ഡി വിളിച്ചു വരുത്തിയപ്പോ എന്തേ മിസ്റ്റർ വിജയൻ ആ പഴയ അണികളെയോ സഖാക്കളെയോ നിങ്ങൾ തെരുവിലേക്ക് ഒന്നും കൂടി ഒന്ന് ഇറക്കി വിടാത്ത, എന്തേ അവരെ വിളിച്ചിട്ട് ഇ ഡിയുടെ വാഹനം ഒന്ന് തച്ച് തകർക്കണമെന്ന് പറയാത്തത്? ഇവിടെയാണ് രാഷ്ട്രീയ നന്ദികേടിന്റെയും ഇരട്ടത്താപ്പിന്റെയും ഒക്കെ യഥാർത്ഥ മുഖം വ്യക്തമാക്കുന്നത്. ഇത് പിണറായിയുടെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള കേരള പോലീസ് അല്ല. രണ്ടും കൽപ്പിച്ച് തൂക്കി അകത്തിടാൻ മടിക്കാത്ത ഇ ഡി ആണ് എന്ന കടുത്ത തിരിച്ചറിവുള്ളത് കൊണ്ടാണ്, അതുകൊണ്ട് തന്നെയാണ് നേതാക്കൾ അണികളോട് വീട്ടിലിരിക്കാൻ പറഞ്ഞത്. ഇനി അഥവാ ഇറങ്ങാൻ പറഞ്ഞാലും അണികൾ ഇങ്ങോട്ട് വരും, ഇവിടെ സമരം നടത്തും അല്ലെങ്കിൽ അക്രമം നടത്തുമെന്ന് കരുതുന്നത് ഇനി മണ്ടത്തരമാണ്. കാരണം ഈ നേതാക്കളുടെ വർത്തമാനം കേട്ടുകൊണ്ട് ഇറങ്ങിയവരാണ് അകത്ത് കിടക്കുന്നത്. നിയമത്തിന്റെ പിടി വീഴുമ്പോൾ സ്വന്തം തൊലിപ്പുറം സംരക്ഷിക്കാൻ വേണ്ടി നേതാക്കൾ കാണിക്കുന്ന സ്വാർത്ഥതയുണ്ടല്ലോ, അണികളോടുള്ള കടുത്ത വഞ്ചന, അത് ഇപ്പോഴത്തെ ജനം, അതായത് കഴിഞ്ഞ ഇ ഡി റെയ്ഡിന് എത്തിയതിനു ശേഷം അണികൾ പാർട്ടി അംഗങ്ങൾ തന്നെ തിരിച്ചറിയുന്നുണ്ട്. മടിയിൽ കനമില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും നിഗൂഢതകൾ? ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ കണ്ണുകളെ വെട്ടിക്കാൻ വേണ്ടി അതീവ രഹസ്യമായി വണ്ടി മാറി വരേണ്ട ആവശ്യമുണ്ടോ? ഇ ഡി ഓഫീസിലേക്ക് അങ്ങനെയാണല്ലോ വന്നത്. പുതിയ വണ്ടിയാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോലും വിവരങ്ങൾ ലഭ്യമല്ലാത്ത ഷോറൂമിൽ നിന്ന് ഇറക്കിയ ദിവസങ്ങൾ മാത്രമായിട്ടുള്ള പുത്തൻ ഇന്നോവ തന്റെയോ കുടുംബത്തിന്റെയോ പേരിലുള്ള വണ്ടിയിൽ വന്നാൽ ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള ഒരു ഭയം, മുൻകൂട്ടി കണ്ടുള്ള ഒരു അതിബുദ്ധി. എന്തിനാണ് ആ ബുദ്ധിയുടെ ആവശ്യം? തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് വേണ്ടപ്പെട്ട ഏതോ വൻകിട വ്യവസായിയുടെയോ അല്ലെങ്കിൽ കോൺട്രാക്ടറുടെയോ വണ്ടിയാണ് ഈ നാടകത്തിന് ഒരുക്കി നൽകിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ വേണ്ടി വീണ വിജയൻ പുതിയ വണ്ടി ഇറക്കിയതുമാകാം. മുമ്പ് പൊതുജനത്തിന്റെ കറുത്ത മാസ്കിനും കറുത്ത തുണിക്കും എന്തിനവന്റെ കറുത്ത വസ്ത്രത്തിനും പോലും വിലക്കേർപ്പെടുത്തിയ ഭരണകൂടത്തിന്റെ തലവൻ സ്വന്തം മകളെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകാൻ കറുത്ത ആഡംബരക്കാറും കറുത്ത മാക്സും തന്നെ തിരഞ്ഞെടുത്തത് എന്തുമാത്രം വലിയ വൈരുദ്ധ്യമാണ് എന്നാണ് ചിന്തിക്കേണ്ടത്. സ്വന്തം മകളുടെ കാര്യം വരുമ്പോൾ ഈ വൻകിട മുതലാളിമാരുടെ ആഡംബര സൗകര്യങ്ങൾ, പാവം അണികൾക്ക് കേസും കൂട്ടവും ജയിലും മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കി എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇന്ന് ഇ ഡി ഓഫീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിനായി വീണ വിജയൻ കയറിപ്പോയപ്പോൾ കൂടെ നിൽക്കാൻ ഒരു ഒറ്റ സഖാവ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് ചിന്തിക്കണം. ഇത് വെറുമൊരു സുരക്ഷാ ക്രമീകരണമൊന്നുമല്ല, മറിച്ച് പാർട്ടിയുടെ അണികളും അനുഭാവികളും ഈ അഴിമതി നാടകങ്ങളെ പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞു കഴിഞ്ഞു. അതിന്റെ തെളിവ് തന്നെയാണ്, പ്രത്യക്ഷ തെളിവ് തന്നെയാണത്. സ്വന്തം കാര്യസാധ്യത്തിനായി അണികളെ തെരുവിൽ ബലിയാടാക്കുകയും പ്രതിസന്ധി ഘട്ടത്തിൽ അവരെ തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുന്ന നേതൃത്വത്തോടുള്ള അണികളുടെ നിശബ്ദ പ്രതിഷേധം കൂടിയാണത്. സഖാക്കളെ, നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒന്ന് കണ്ണു തുറന്നൊന്ന് കാണണം. നേതാക്കളുടെ മക്കൾ കോടികളുടെ അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങി ആഡംബര വണ്ടികളിൽ ഇ ഡിക്ക് മുന്നിൽ നാടകം കളിക്കുമ്പോൾ അവർക്ക് വേണ്ടി തെരുവിൽ ചോര ചിന്തുന്ന നിങ്ങളുടെ ജീവിതം വെറും പുകയായി തീരുകയാണ്. ഇന്ന് വീണ വിജയൻ ഇ ഡിയുടെ മുന്നിൽ ഒറ്റയ്ക്കായതുപോലെ നാളെ ഏതെങ്കിലും കേസിൽപ്പെട്ടാൽ ഈ നേതാക്കൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കൈവിടുന്ന കൈപ്പേറിയ യാഥാർത്ഥ്യം അത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ വാടക വീട്ടിൽ നടത്തിയിട്ടുള്ള ആ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട് പിന്നീട് നടന്നിട്ടുള്ള ആ കോലാഹലം. വളരെ ആവേശമായിരുന്നു. എല്ലാ നേതാക്കന്മാരോടുണ്ടായിരുന്നു അല്ലെ? നിങ്ങൾ പ്രിയപ്പെട്ട എല്ലാ നേതാക്കന്മാരോടുണ്ടായിരുന്നു. പക്ഷെ ആ നേതാക്കന്മാർ ആരെങ്കിലും ഈ കേസിൽ പെട്ടോ? ഒരാള് ഒരു പെറ്റി കേസിൽ പോലും പെട്ടില്ല. പക്ഷെ ആ നേതാക്കൾ അവിടെ വന്ന് അത് കണ്ട് വിശ്വസിച്ചിട്ട് വന്ന നിങ്ങൾ എത്ര പേരാണ് കേസിൽ കുടുങ്ങിയത്? 300-ലധികം പേര് കേസിൽ കുടുങ്ങിയില്ലേ? ഇപ്പൊ കുറെ എണ്ണത്തിന് പിടിച്ചവർ അകത്ത് കിടക്കുന്നുണ്ട്. ജാമ്യം കിട്ടുന്നുണ്ടോ? അവർ പലരുടെയും വീടുകളുടെ അവസ്ഥ പഴയ മന്ത്രി തന്നെ പോയപ്പോ കണ്ടു ഇല്ലേ? അവിടെ ശയ്യാവലംബിയായി കിടക്കുന്നവരുണ്ട്.
ചെറിയ മക്കളുള്ളവരുണ്ട്. ഈ അകത്ത് പോയി കിടക്കുന്നവനാണ് ആ കുടുംബം നോക്കിയിരുന്നത്. ഇവരുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും? ഇതൊന്ന് ആലോചിക്കണ്ടേ. Different angles. Don't forget to subscribe and support this channel.